ഡാർലിങ്സ്, അപ്പം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇതിനകത്ത് നോ മോയ്സ്ചറൈസർ പിന്നെ സെറം ഞാൻ യൂസ് ചെയ്യാനുള്ള ഓൺലി ഫൗണ്ടേഷൻ ക്രീം മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഞാൻ ഇതെടുക്കാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സംഭവം വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മേക്കപ്പിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ക്രീമാണ് ആദ്യം തരാൻ. എനിക്ക് ഒന്നാമത് എൻ്റെ സ്കിൻ ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നമ്മൾ മുഖമൊക്കെ കഴുകി ഫേസ് വാഷൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. എന്നിട്ട് അതിൻ്റെ തന്നെ ഫൗണ്ടേഷൻ ചെയ്യാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, സ്കിന്നിന് ഭയങ്കര ഡാമേജാണ്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ലാക്മീൻ്റെ ഫൗണ്ടേഷൻ ആട്ടോ. ഇത് എനിക്ക് ഷാലറ്റ് തന്നതാണ്. അടിപൊളി ഫൗണ്ടേഷനാണ്, കൊള്ളാം. ഞാൻ ഓർത്ത് എൻ്റെ സ്കിൻ ടോണിന് ചേരില്ല എന്ന്, പക്ഷേ നല്ലോണം ചേരണുണ്ടായിരുന്നു, സ്യൂട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത്, നമ്മൾ ഒരിക്കലും ഡാബ് ചെയ്യുമ്പോൾ താഴത്തോട്ട് ഡാബ് ചെയ്യരുത്, മുകളിലോട്ട് ഡാബ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്കിൻ ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ നോക്കണേണ്. എനിക്ക് ഈ ലിപ്പിൻ്റെയൊക്കെ അവിടെയായിട്ട് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ക്രീമാണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും എന്ത് ഉപയോഗിച്ചാലും കഴുത്തിലും ചെവിയിലും കൂടി അത് യൂസ് ചെയ്യണം. എന്നാലും റിസൾട്ട് പക്കയായിട്ട് ഇടുക. റിസൾട്ട് കിട്ടില്ല എന്നല്ല, രണ്ട് ഷെയ്ഡായിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഒന്ന് യൂസ് ചെയ്ത്, അത് കുറച്ച് ഓയിലി ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കിന്നിൽ കുറച്ച് ഓയിലി ഫീൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പ് ലൈനറും ഉണ്ട്, ലൈൻ വരക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണത് 3 ഷെയ്ഡാണ്. അതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സൂട്ടായിട്ട് ഇരിക്കും. ഞാൻ മെബ്ലൈൻ്റെ ലിപ്സ്റ്റിക്കായിരുന്നു വാങ്ങിച്ചത്, പക്ഷെ തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3 ഷെയ്ഡ് യൂസ് ചെയ്യണത്. ഇതൊന്ന് ഷുഗറും പിന്നെ ബാക്കി 2 വേറെ എന്തിൻ്റെയൊക്കെ ആയിരുന്നു, മറന്നൊരു പേര്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മസ്കാര കണ്ണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂഡിൻ്റെ ഒരു ഹൈലൈറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി ഹൈലൈറ്ററാണ്. പിന്നെ അതിന് നമ്മൾ ഐലൈനർ ഇട്ട് കൊടുത്ത്, പിന്നെ ഞാൻ ഇതിനകത്ത് എന്ന് വെച്ചാൽ കുറേ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടായില്ല. ആകെ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ടായുള്ളൂ. അപ്പോൾ ഉള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോസിൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡർ കൊണ്ടാണ് ഡാബ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായി. നമുക്ക് പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പൊട്ടെടുക്കാൻ മറന്നുകൊണ്ട് ഐലൈനർ കൊണ്ടൊരു പൊട്ടും വെച്ച്. പിന്നെ നമുക്ക് ഹെയർ നോക്കാം. അപ്പോൾ എനിക്ക് കുറേ മുടിയൊന്നുമില്ല, കുറച്ച് മുടികൾ. അപ്പോൾ ഞാൻ സെറം എടുക്കാനും മറന്നുപോയി. പിന്നെ എൻ്റെ മുടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഊരനുണ്ട്. കുറേ ഊരനുണ്ട്. അപ്പം ഞാൻ എന്ത് വിചാരിച്ച്, മുടി ഇങ്ങനെ സാധനം എനിക്ക് വലിയ ഹെയർ സ്റ്റൈലൊന്നും അറിഞ്ഞൂടാ, ചുമ്മാ ഇങ്ങനെ എപ്പോഴും കെട്ടിയൊക്കെ വെക്കും. അപ്പം ഞാൻ ഇങ്ങനെ മുടി ചുമ്മാ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് പോണിട്ടയിൽ കെട്ടി വെക്കണം. ഇത് ഞാൻ ഓഫീസിൽ പോണൊരു ലുക്കാണ്. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് മുടി കുറേ ഊരണം കേട്ടോ, ഭയങ്കരമായിട്ടോ മുടി ഊരണം. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ഇങ്ങനെയൊക്കെ കെട്ടി വെച്ച്, പിന്നെ എനിക്ക് മാല ഇടണം, വാച്ചിട്ട്. അപ്പോൾ ഈ വാച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബ്രേസ്ലെറ്റ് ഇട്ട്, പിന്നെന്താ മാലയും ഇട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സാധാ ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റാണ്. ഒരു ടോപ്പും, ഈ ടോപ്പ് നമ്മൾ സെൻട്രൽ സ്കോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറേ നാളെ വാങ്ങിച്ചിട്ട്, പിന്നെ ഒരു സ്ക്രാച്ചഡ് ജീൻസും ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.